കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലീം പറമ്പത്ത് പറഞ്ഞു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരള തീരങ്ങളിൽ നടന്ന 2 കപ്പൽ അപകടങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാർക്ക് ജീവഹാനി സംഭവിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ IMO, ILO എന്നീ അന്താരാഷ്ട്ര ഫോറം തയ്യാറാവേണ്ടതാണ്. അതിനുവേണ്ട നടപടികൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ചെയ്യേണ്ടതാണ്. ഡേഞ്ചറസ് കാർഗോ ആയി കണക്കാക്കുന്ന കപ്പലുകളിൽ അധിക വേതനം ഉറപ്പുവരുത്തണം. ഇത് സംബന്ധിച്ച് 2016 പാർലമെന്റ് നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയ വേതന സംഹിത ഇനിയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സംസ്ഥാനത്ത് 2000-ഓളം അവശരായി വിരമിച്ച കപ്പൽ ജീവനക്കാരുണ്ട്. അവർക്ക് 1 രൂപ പോലും പെൻഷനോ ആരോഗ്യ സുരക്ഷയോ ധനസഹായമോ സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് സലീം പറഞ്ഞു. കപ്പലിൽ അപകടം സംഭവിക്കുമ്പോൾ ആ കപ്പലിൽ നടന്നിട്ടുള്ള അപകടത്തിന്റെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ എല്ലാ കോമ്പൻസേഷനുകളും, അതായത് ആനുകൂല്യങ്ങളും ഇൻഷുറൻസ് ആ കപ്പൽ കമ്പനിക്ക് നൽകുന്നതാണ്. കപ്പൽ കമ്പനി അതിൻ്റെ ചരക്കുകൾ കടലിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന ഓരോ ചരക്കിനും അവർ ചേർന്നിട്ടുള്ള ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതാണ്. യാതൊരു തരത്തിലുള്ള നഷ്ടവും കപ്പൽ കമ്പനിക്കില്ല. പക്ഷേ അവിടെ നഷ്ടം സംഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ തൊഴിലാളികളാണ്. കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ 1000 കോടിയോളം നഷ്ടമാണ് പറയുന്നത്. 800 കോടിയുടെ പ്രൊഡക്റ്റും 200 കോടിയോളം കപ്പലിൻ്റെ വിലയും. ഇത് മുഴുവൻ ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ഈ അവിടെ തൊഴിൽ ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ്. അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു പോംവഴിയും ഇല്ല. അവരുടെ ക്ഷേമത്തിനോ അവരുടെ ജീവിതത്തിൽ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനോ സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നത്. കപ്പൽ ജീവനക്കാർക്ക് മാത്രമാണ് ഇത് വിഷയം ബാധിക്കുന്നത്. സംസ്ഥാനത്തെ 48,000-ഓളം വരുന്ന കപ്പൽ ജീവനക്കാരാണ് വിദേശ സ്വദേശ കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നത്. ഇവരുടെ ക്ഷേമത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സലീം ആവശ്യപ്പെട്ടു. CK പുരുഷോത്തമൻ, ഷമീം അഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.